നമുക്കറിയാം ക്യാൻസർ ഉൾപ്പെടെയുള്ള നിരവധി മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ കേന്ദ്രം കൂടിയായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം വിഷം കഴിച്ച് രോഗികളാകുന്നവരാണ് മലയാളികൾ. മനോരമയുടെ ഒരു പഠനത്തിലൂടെ കഴിഞ്ഞ പുറത്തു വന്നൊരു വിവരം 2040 വളരെ പോയിന്റ് തരത്തിലായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു പ്രയാണം കാണുമ്പോൾ 2040 ക്യാൻസർ രോഗികളില്ലാത്ത ഭവനങ്ങൾ കേരളത്തിൽ കാണുകയില്ല. ഈ രീതിയിലാണ് പോക്കെങ്കിൽ നമുക്ക് എത്രമാത്രം മാരകമായിട്ടുള്ള ഈ ആസുര ശക്തിയെ തളയ്ക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്ററുടെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടായ്മയാണ് പ്രവർത്തിച്ചു വരുന്നത്. സിസ്റ്ററിനെ ഏറെ ആദരവോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജിറ്റോ സാറ് വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും ഈ പ്രകൃതി കൃഷിയുടെ പ്രചാരകനായി തീർന്നിരിക്കുകയാണ്. സാറ് മണ്ണറിവിന്റെ ജനറൽ കോർഡിനേറ്ററാണ്. സാറ് ഇതിന്റെ ഒരു ആലോചന ഘട്ടം മുതൽ ഇതിന്റെ ഒരു നിർവഹണ ഘട്ടത്തിലും ഇതിന്റെ അടുത്ത ഘട്ടം മുതൽ സാറിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് വിലയിരുത്തൽ ഘട്ടം തുടർന്ന് നമ്മൾ ഇതിന്റെ ഒരു വിപണി എല്ലാ മാസത്തിലും അതിനൊക്കെ ചിന്തകളുമായിട്ട് ഓരോ ഉറക്കത്തിലും സാറ് ഇതിന്റെ ഒരു സാരസഭയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സാറിന് ശിഷ്യനായിരുന്നില്ലെങ്കിലും സാറിനെ അങ്ങേയറ്റ ബഹുമാനത്തോടെയാണ് നമ്മളൊക്കെ കണ്ടുകൊടുക്കുന്നത്. കാരണം സാർ പഠിപ്പിക്കുന്ന വിഷയത്തോടുള്ള സാറിൻ്റെ 100% ആത്മാർത്ഥത അതിപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ മണ്ണറിവിന് വേണ്ടി സാറിൻ്റെ അധ്വാനവും ശ്രമങ്ങളും വാക്കുകളും ക്ലാസ്സുകളും ഒക്കെ എത്ര ഉദാത്തമാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരീൻ സാർ, നമുക്കറിയാം പ്രകൃതി കർഷക സമിതിയുടെ സംസ്ഥാനതല അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം പാലക്കാട് കൃഷിയുടെ വലിയ പ്രചാരകനാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഈ ഒരു സംരംഭത്തിന് ജീവൻ പകരുവാൻ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. നമുക്കറിയാം ഇന്നലെ ഉമാജിയുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ അതിന് പാരലായിട്ട് നമ്മുടെ സുരീൻ സാറിന്റെ ക്ലാസ്സുകളുണ്ടായിരുന്നു. സാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഭാഷ, നവീനമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ വരെ സാർ നമ്മളോട് അവതരിപ്പിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഒരു ആത്മാർത്ഥതയ്ക്ക് ഞങ്ങൾ നന്ദിയോടുകൂടി സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ മാന്ത്രോ സാറ് നമുക്കറിയാം ഇതിൻ്റെ പ്രോഗ്രാം കൺവീനറായിരുന്നു. സാറിന് വേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ വിജയകരമായി നടത്തി സാർ ഈ ഒരു മണ്ണറിവിനെ വിജയകരമാക്കുന്നതിൽ അക്ഷീണം എത്തുന്ന വ്യക്തിയാണ്. ജോമോൻ മാന്ത്രോ സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്കറിയാം നമ്മൾ ഈ പ്രകൃതി കൃഷിയുടെ സഹകാരികളാണ്, പ്രകൃതി കൃഷി സ്നേഹികളാണ്, അതിൻ്റെ അഭ്യുദയകാംക്ഷികളാണ്. അങ്ങനെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരെയും ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആനിക്കാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡായ ഹെഡ് മാസ്റ്ററാണ്. അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനമായി അടുത്ത അധ്യക്ഷ പുസ്തകമാണ്. അധ്യക്ഷ പുസ്തകത്തിനായി സിസ്റ്റർ നവീന ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് സാറ്, വിശ്വ സാറ്, മാധവ സാറ്, മേരിക്കുട്ടി സിസ്റ്റർ, കുര്യൻ സാറ്, പിന്നെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ ദിവസം 12, 13, 14 ഈ മൂന്നാമത്തെ ദിവസം വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുക. എത്രമാത്രം നന്ദി പറഞ്ഞാലും പറ്റാത്ത വിധത്തിൽ ഒരു ഗ്രൂപ്പ് ഞങ്ങളിങ്ങനെ ഒത്തൊരുമിച്ച് വ്യാപകരില്ലാതെ എന്ന് പറയാം അധ്വാനിക്കുകയായിരുന്നു. ഞാൻ ഓരോ ദിവസവും സന്ധ്യയാകുമ്പോഴും പകലിതിരെ നടക്കുമ്പോഴൊക്കെ ഓർക്കും, ദൈവമേ എത്ര ഡെഡിക്കേഷനാണ് ഇവരുടെ, എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു, വിഷരഹിത ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അതൊരാശയമായിട്ടാണ് ഇവിടെ കൊടുത്തിരുന്നത്. വിഷരഹിത ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇതെല്ലാം. നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന ആ ഭക്ഷണ സംവിധാനവും ആ കൃഷി സമ്പ്രദായവും ഒക്കെ ഇന്ന് അന്യം നിന്നു.
വിഷം തളിച്ചാൽ മാത്രമേ, വിഷം വിതറിയാൽ മാത്രമേ യഥാർത്ഥ ഫലം നമ്മൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ആശയം ഒരു കാലത്ത് വളരെ അധികമായി പ്രചരിച്ചു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ വിഷ സംസ്കാരം ഒരു ചെടിയുടെ ചുവട്ടിലും അതിന്റെ ഫലങ്ങളിലും അതിന്റെ ഇലകളിലും അതിന്റെ പൂവിലും ഒക്കെ തളിച്ചു കൊടുക്കുന്ന ഈ വിഷ സംസ്കാരം, എന്റെ തണ്ടിലും ഒക്കെ തളിച്ചു കൊടുക്കുന്ന ഈ വിഷ സംസ്കാരം മനുഷ്യനെ നിത്യരോഗികളാക്കുകയും ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിഴക്കപ്പെടുകയും മറ്റ് രാജ്യങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും മാത്രം ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇന്നത്തെ നമ്മുടെ തലമുറയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വരും തലമുറയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമ്മൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമ്മളുടെ അവകാശമാണ്. അതെത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന്റെ ആരോഗ്യം അത് വിഷലിപ്തമായ ഭക്ഷണത്തിലൂടെ ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയായിരുന്നു, ഇങ്ങനെ പറമ്പിലുടനീളം വഴിയിലുടനീളം കിണറിന് പരിസരത്തൊക്കെ കൊണ്ടുപോയി അടിക്കുകയാണ്, വിഷം കൊണ്ട മണ്ണിലേക്ക് അടിക്കുകയാണ്. യാതൊരുവിധ ചിന്തയും അതേക്കുറിച്ച് വരുന്നില്ല. എന്നാൽ ഈ വിഷമാണ് നാളെ എന്റെ ഭക്ഷണമായിട്ടും എന്റെ കോശങ്ങളിലും ഇത് ചെന്ന് എന്നെ രോഗികളാക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും ആ ഒരു ചിന്തയും നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. രോഗം വന്നു കഴിയുമ്പോൾ പിരിക്കാൻ പോകും, ഫോട്ടോ ഒട്ടിച്ച് ഫ്ലെക്സ് ഒട്ടിച്ച് കാശിന് പിരിക്കാൻ പോകും. അതിന് കൊടുക്കാനും നമ്മൾക്ക് അതൊരു ചാരിറ്റിയാണെന്നുള്ളത്, അതിലൊരു ചാരിറ്റി അല്ലത്, കൊടുക്കരുത്. അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ പൈസ കൊടുക്കരുത്. കാരണം വിഷമില്ലാത്ത ജീവിക്കാനായിട്ട് നമ്മളെ അവരെ പഠിപ്പിക്കുക ചെയ്യേണ്ടത്. എത്ര പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് ഭക്ഷണത്തിലൊരു വ്യത്യാസം വരുത്തട്ടെ എന്ന് പറയുമ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇതങ്ങ് തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനും വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇന്നത്തെ തലമുറ നടന്നു നീങ്ങുന്നത്. ജനിക്കുമ്പോൾ മുതൽ തന്നെ ഈ വിഷം കുത്തിവെക്കുകയും ലേസും ബിസ്ക്കറ്റും അതോടൊപ്പം തന്നെ വിഷം നിറഞ്ഞ ഭക്ഷണ സാധനങ്ങളും നാവിന് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെയ്തു കൂട്ടുന്ന ഈ തിന്നു കൂട്ടുന്ന ഈ ഒരു സംസ്കാരം നമ്മൾക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾക്ക് ഇതിനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രകൃതി കൃഷി അതൊരു ലാഭകരമല്ല, അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്, അല്ലെങ്കിൽ അത് നിങ്ങളെ പോലെയുള്ളവർക്കൊക്കെ അത് പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംസ്കാരം നമ്മൾക്കുണ്ടാകുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും നമ്മൾക്ക് അതിൻ്റെതായിട്ടൊരു പ്രോത്സാഹനം കിട്ടാറില്ല. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്നും ഒരു വെറുപ്പ് നിറഞ്ഞ ഒരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. അതായത് അത് ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യാണ്. നാടൻ പശുവിനെ വളർത്തുന്നു. അതിന്റെ കൂട് നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഞാനൊരു സിസ്റ്റർ എന്ന നിലയില്, അല്ലെ ഒരു സമൂഹത്തിലെ ഒരു സന്യാസ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയില് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഓഫീസും പോകാറില്ല. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പശുവിനെ വളർത്തുന്നു, നമ്മൾക്ക് പറ്റുന്ന ഗ്രൂപ്പുകളൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് കർഷകരെ വിളിച്ചു കൂട്ടിയതും ഇതിനെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റത്തക്ക രീതിയില്, സഹകരിക്കത്തക്ക രീതിയില് വേഗം ക്രമീകരിച്ചതിന്റെ വെളിച്ചത്തില് ഈ ഒരു പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചില ഒരു അവകാശങ്ങൾ എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന ചില മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്കറിയാം, പ്രകൃതി കൃഷി ചെയ്താൽ നേട്ടമുണ്ടാകും, അതെന്നെ
സംബന്ധിച്ചിടത്തോളം 13 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്. കൃത്യമായിട്ട് എനിക്ക് എവിടെയും വിളിച്ചു പറയാനായിട്ട് പറ്റും. ഇതിലൂടെ മറ്റ് കൃഷികളേക്കാൾ കൂടുതൽ ആദായം ലഭിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൃഷി 30 ഏക്കർ വരെ കൃഷി ചെയ്യാം. ഇങ്ങനെ ഒരു പ്രോത്സാഹനവും ഇങ്ങനെ ഒരു ക്രമീകരണവും ഒക്കെ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി നബാർഡിന്റെ ഓഫീസിൽ ചെന്ന് DDM-നെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് എന്നെ ഫോൺ വിളിച്ചു. സിസ്റ്ററെ, ഞാൻ വേറെ നബാർഡിന്റെ പല പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. സിസ്റ്റർ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പ്രോജക്റ്റ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോജക്റ്റ് എഴുതി വെച്ചു. അതിന്റെ ഫലമായിട്ട് ഇത് അനുവദിച്ച് കിട്ടി. അത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കത്തക്ക രീതിയിൽ അതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി 70 കർഷകരുണ്ടായിരുന്നു ആദ്യം. പിന്നീട് അത് വന്ന് ഒരു 10-30 പേരിലൊക്കെ ഒതുക്കി. എന്നാലും നമുക്കൊരു സന്തോഷമുണ്ട്. ജിറ്റോ സാറും ജിറ്റോ സാർ ഇതിനു വേണ്ടി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് സാറ് ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സാറ് നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പം സാറിനും ഈ നെല്ല് കൃഷി ചെയ്ത് ആരും വാങ്ങത്തില്ല, കാരണം അതിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തണം. അതിനായിട്ട് തീരുമാനത്തിന്റെ ഫലമാണ് ഈ പ്രകൃതി കൃഷി കാർഷിക മേളയൊക്കെ. കാരണം നമുക്കറിയാമല്ലോ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാർഷിക മേള, പ്രകൃതി കൃഷി കാർഷിക മേള ഈ കുരിശുമൂടിൽ ചങ്ങനാശ്ശേരിയിലെ കേരളത്തിലെ ആദ്യത്തെ പ്രകൃതി കൃഷി കാർഷിക മേളയാണിത്. അപ്പം എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ടും നന്ദി പറയുകയാണ്. കാരണം ഇത് നന്ദി പറയൽ പ്രസംഗമൊന്നും അല്ലാന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ മനസ്സിലേക്ക് അതാ വരുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ഇവിടെ നടത്താൻ സാധിച്ചു. വളരെ വിജയമായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വിളിച്ചു കൂട്ടാൻ പറ്റിയതിലൊക്കെ ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. കുറെ ആശയങ്ങളൊക്കെ എത്തിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാർഷിക മേള നമ്മൾക്ക് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചതിലും അതോടൊപ്പം തന്നെ ഇതിന്റെ രാപകലില്ലാതെ അധ്വാനിച്ചവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുമൊക്കെ ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി. ലോകാത്മിക ഏറ്റവും ബഹുമാന്യയും പ്രിയങ്കരിയുമായ നവീന സിസ്റ്റർ, ഈ വേദിയിലുള്ള കുര്യൻ സാറ്, പ്രൊഫസർ ജോസഫ് ടിറ്റോ, പ്രിയപ്പെട്ട ജോമോൻ സാറ്, ശ്രീ തോമസ് വർഗീസ്, റവറൻ സിസ്റ്റർ ശാലിനി CMC, ശ്രീ ജസ്റ്റിൻ ജോസഫ് ആന്റണി, ശ്രീ കൊച്ചുമോൻ കൊല്ലപാട്ട്, പ്രിയപ്പെട്ടവർ, വളരെ ആർദ്രമായിട്ടുള്ള ഈ കത്തായ പരിപാടിയുടെ സമാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പരിപാടിയുടെ പേര് തന്നെ വളരെ ഹൃദ്യമായി തോന്നുന്നു. മണ്ണറിവ് 24. ഈ സംഗീതമാശ്രമത്തോടും ആയിഷ്യ കോൺവെന്റോടും ചേർന്ന് ഇത്തരം ചിന്തകളും ആശയങ്ങളുമൊക്കെ ഒരു 10-35 കൊല്ലം മുമ്പ് തന്നെ എന്നിലേക്കും വന്നിരുന്നു. അതിലൂടെ മനസ്സിലാക്കിയ പല കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് മണ്ണിൻ്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യം. മണ്ണ് മോശപ്പെട്ടാൽ അതിൽ നിന്ന് ലഭിക്കുന്ന കായ്കളും കനികളും എല്ലാം വിഷമയമായി തീരും. അതുകൊണ്ട് മണ്ണിനെ സംരക്ഷിക്കണം. മണ്ണ് ജീവനുള്ളതാണ്.
കോടാനുകൂടി സൂക്ഷ്മജീവികളുടെ സങ്കലനമാണ് നമ്മുടെ മണ്ണ്. പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നു പാകപൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത്. പിന്നീട് നമുക്കത് ബോധ്യപ്പെട്ടു അതല്ല, സർവചരാചരങ്ങളുടെയും ജീവന്റെ ആധാരം മണ്ണാണ്. ആ മണ്ണിനെ ബഹുമാനിക്കേണ്ട ആളുകൾ ഇന്ന് മണ്ണ് വിറ്റ് കാശാക്കി തണ്ണീർത്തടങ്ങളെയും പുഴകളെയും ഒക്കെ നികത്തിയെടുക്കുന്ന തലതിരിഞ്ഞ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഗോലിയാത്തിനെതിരായിട്ട് കവണയെറിഞ്ഞ ദാവീദിനെ പോലെ ഇവിടെ കുറെ ആളുകൾ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട നവീന സിസ്റ്റർ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും സംസാരിക്കുകയുണ്ട്, അനുഭവങ്ങൾ പറയുകയുണ്ട്. സിസ്റ്ററെയും സിസ്റ്ററിന്റെ സ്ഥാപനത്തെയും സങ്കേതത്തെയും ഒട്ടനവധി പ്രാവശ്യം അനുഭവിക്കാനും അറിയുവാനും ഇടയായിട്ടുള്ള ഒരാളാണ് ഞാൻ. സങ്കേതത്തെ പറ്റി പറയുമ്പം റബൻ സിസ്റ്റർ കാർമൽ CMCയെ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അവിടെ ആ സങ്കേതവും പരിസരവും കുറേ ആളുകൾക്കുള്ള ഒരു നല്ല വാസയോഗ്യമായ ഇടമാക്കി തീർക്കുവാൻ വേണ്ടി ഒട്ടേറെ കാലം അലഞ്ഞും തിരിഞ്ഞും അധ്വാനിച്ചും വിയർപ്പൊഴുക്കിയും പണിയെടുത്ത ഈ സന്യാസിനികളെ എത്ര നന്ദിയോടെ ഓർത്താലും അതൊന്നും അധികമാണ്. ഇവിടെ ഈ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇത്തരത്തിലൊരു കൃഷി ഇവിടെ പ്രസക്തമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇത്തരമൊരു വേദിയിൽ നമുക്ക് തുറന്ന ചർച്ചയും സംവാദങ്ങളും എല്ലാം ആവശ്യം. ഞാൻ ജില്ലന്തര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് കുറെ കാലം എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ നാട്ടുചന്ത നടത്തുമായിരുന്നു. ഞങ്ങൾ അന്ന് ലക്ഷ്യം വെച്ചത് ഈ വാഴപ്പള്ളി പഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് വിപണി സൗകര്യം ഒരുക്കുക, നല്ല കാർഷിക വിഭവങ്ങൾ നാട്ടുകാർക്ക് വാങ്ങിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ ഞങ്ങൾക്ക് പലപ്പോഴും നിരാശ അനുഭവപ്പെടുന്നു. ആവശ്യത്തിന് ഉത്പാദിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഞങ്ങൾ പല അന്വേഷണങ്ങളും നടത്തി, എന്തുകൊണ്ടാണ് ഉത്പാദിപ്പിക്കാത്തത്. പിന്നെയും മനസ്സിലാക്കിയ കാര്യം, കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം പരിമിതമാണ്, വളരെ പരിമിതം. നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. കുറെ പേര് പശുവിനെയൊക്കെ വളർത്തി രാവിലെയും വൈകിട്ടും പാല് കൊടുത്ത് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ മഹാഭൂരിപക്ഷം ആളുകളും കൃഷിയെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണെന്ന് നമ്മൾ പലപ്പോഴും പാടിപ്പാടി പറയാറ്. അതങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം, അവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞപ്പോൾ മനസ്സിലാക്കി മറ്റൊരു കാര്യം, മറ്റേതെങ്കിലും തൊഴിലെടുത്ത് വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ പ്രകൃതി കൃഷിയുടെ അവസ്ഥയിലല്ല ഞാൻ പറയുന്നത്. പ്രകൃതി കൃഷിക്ക് മുൻപുള്ള ജൈവ കൃഷി വരെയുള്ള ആ ഘട്ടമാണ്. ഈ പ്രകൃതി കൃഷിയുമായിട്ട് അധികം ബന്ധപ്പെടാനായിട്ട് കഴിയില്ല. കൃഷി ചെയ്യുന്നവർക്ക് മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് വരുമാനമുള്ളവർക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ടായി. അപ്പൊ അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇവിടെ പ്രകൃതി കൃഷി, പാലേക്കർ പ്രകൃതി കൃഷിയുടെ ആശയങ്ങളുമായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്.
നമുക്കിവിടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെളിയിക്കാനായിട്ട് കുറെ ഉത്തരവാദിത്വങ്ങൾ. ഒരു സിസ്റ്റർ അത് ആർജവത്തോടെ സൂചിപ്പിച്ചു. ഈ നാടിനാവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം സമ്പ്രദായത്തിലൂടെ കഴിയുമെന്ന് തെളിയിക്കണം. ഇത്തരം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭിക്കുമെന്ന് തെളിയിക്കണം. ഇത് സമൂഹത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും ഈ ധാരയിലേക്ക്, ഈ വഴിത്താരയിലേക്ക് ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ, വികസനത്തിന് വേണ്ടി നമ്മൾ വെപ്രാളപ്പെടുകയാണ്. എല്ലാം വെട്ടിപ്പിടിക്കുക. അത്തരം വെട്ടിപ്പിടുത്തത്തിന്റെ ഒരു ചിന്തയുടെ ഫലമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം വിടുകയാണ്, കേരളം വിടുകയാണ്. പറയുമ്പോൾ അവർ പറയുന്നത് ഇവിടെ തൊഴിലില്ല, വരുമാനമില്ല. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് പെൻഷൻ പറ്റി കിട്ടി 50 ലക്ഷം രൂപ. പെൻഷൻ ബെനിഫിറ്റ് എല്ലാം കൂടെ കിട്ടി. 50 ലക്ഷം രൂപയും കാനഡയിലുള്ള മകൻ അയച്ചു കൊടുത്ത് അവിടെ ഫ്ലാറ്റ് വാങ്ങി. അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ 50 ലക്ഷം രൂപ ഇവിടെ ഈ കേരളത്തിൽ, ഈ കോട്ടയം ജില്ലയിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ച് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയില്, സാമ്പത്തിക ഘടനയില് ഒഴുകേണ്ട പണമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സുഹൃത്തിന്റെ മകൻ കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജില് MBBS പാസ്സായിട്ട് കാനഡയ്ക്ക് പോയി. അവിടെ ചെന്നിട്ട് സൈക്കിൾ ചവിട്ടി സൈക്കിളിൽ നിന്ന് വീണു. ആ മുട്ടുചേർക്കയുടെ ഭാഗത്ത് നല്ല മുറിവുണ്ട്. ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ 20 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ വേണ്ടി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വേദന കടിച്ചിറക്കി അവന്റെ കാലിന്റെ അവസ്ഥ വീട്ടിലേക്ക് അമ്മയ്ക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ കുഞ്ഞു പറയുന്നു, കേരളം എത്ര മനോഹരമാണ്. പല പരിമിതികളുണ്ടെങ്കിൽ പോലും ഇവിടെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടറെ കിട്ടും, മരുന്ന് കിട്ടും. ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അടുത്ത കാലത്ത് പോയവർക്കറിയാം, എത്രയോ മെച്ചപ്പെട്ടിരിക്കും. നമ്മുടെ ഓരോ പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അത് അലോപ്പതിയിലുണ്ട്, ഹോമിയോയിലുണ്ട്, ആയുർവേദത്തിലുണ്ട്. ഇത്തരം സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. മറ്റൊരാളുടെ കഥ പറഞ്ഞാല്, മരുമകൾക്ക് പ്രസവം എടുത്തിരിക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനും അങ്ങോട്ട് പോകണം. വിസയ്ക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോയപ്പോ കാനഡയിലെ വിസ കൊടുക്കേണ്ട അവരുടെ സ്ഥാനപതി കേന്ദ്രത്തിൽ നിന്നും ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ മറുപടി, ഇനിയിപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് അധികം ആളെ ആവശ്യം, പെറ്റ് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് വരികയും വേണം. നിങ്ങൾക്ക് കുഞ്ഞിനെ പ്രസവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പ്രസവിപ്പിക്കുക. ഇന്റർവ്യൂവില് മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും മനക്കോട്ട കെട്ടിക്കൊണ്ട് ആളുകൾ പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തോ പറ്റിയിരിക്കുന്നു. ഇതിനകത്ത് ആരൊക്കെയാണ് പ്രതികൾ? നമ്മളെല്ലാവരും പ്രതികളാണ്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ. കേരളം എല്ലാത്തിലും മോശമാണ്, ഒന്നും കൊള്ളത്തില്ല. ഈ പറയുന്ന ആളുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അവർക്ക് ആവശ്യമുള്ള ആരോഗ്യ സംരക്ഷണവും എല്ലാം കൊടുത്തത് ഈ നാട് തന്നെയാണ്. TV തുറന്നു വെച്ചാൽ നെഗറ്റീവായിട്ടല്ലാതെ പോസിറ്റീവായിട്ട് എന്തുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിവിടെ 3 ദിവസങ്ങളിലായിട്ട് ഇത്രയും ആളുകൾ, ഇത് കൂടാതെ പലരും കാണും, എന്തുമാത്രം അധ്വാനിച്ചിട്ടാണ് ഇത്തരമൊരു പുതിയ വികസന സങ്കല്പം, വികസന ആശയം ഇവിടെ കൈപ്പിടിപ്പിച്ച് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഏത് മാധ്യമങ്ങളാണ് ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ട് 2 കോളം എഴുതുന്നത്? അതേസമയം ഇവിടെ ഈ പരിപാടിക്കിടയിൽ എന്തെങ്കിലും മോശത്തരം ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കും. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ
ഞങ്ങളുടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഞാൻ ചങ്ങനാശ്ശേരിയിലെ പത്രക്കാരെ എല്ലാം വിളിച്ചു ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഇന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി, ഇതൊന്ന് വാർത്തയായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, വാർത്തയെന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. ഇത്ര ഇന്ദിരാ ആവാസ് യോജന പ്രകാരം ഇത്ര വീടുകൾ വെച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സടക്ക് യോജന പ്രകാരം ഇത്ര കിലോമീറ്റർ റോഡ് ചെയ്തു. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്ന് ബ്ലോക്കിലെ എല്ലാ സ്കൂളുകളിലും പരിസ്ഥിതി പഠനത്തിന് വേണ്ടി നേച്ചർ ക്ലബ് ഉണ്ടാക്കി. നേച്ചർ ക്ലബ് ഉണ്ടാക്കുക മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അനുവാദം രേഖാമൂലം വാങ്ങിച്ചിട്ട് ആഴ്ചയിൽ ഒരു പീരീഡ് പരിസ്ഥിതി പഠന പരിപാടിക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി അവസരം വാങ്ങിക്കുകയുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു കരിക്കുലം പ്രസിദ്ധീകരിക്കുകയുണ്ട്, ഒരു പുസ്തകത്തിൽ. ഇതിന്റെ എല്ലാം ഫലമായിട്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നമ്മുടെ പരിസര ബോധം സംബന്ധിച്ച്, പരിസ്ഥിതി സംബന്ധിച്ച് പ്രാഥമികമായ ചില അറിവുകൾ നേടിയത്. ഇതൊക്കെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അടുത്ത കാലത്തായിട്ട് നമ്മുടെ പല വാട്സാപ്പ് ഗ്രൂപ്പിലും കണ്ടുവരുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു സമുദായത്തെ കണ്ണടച്ച് വിമർശിക്കുക, അന്ധമായി എതിർക്കുക. ഞാൻ സമുദായത്തിന്റെ പേര് പറയുന്നില്ല. എന്തോ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇതെന്ന മട്ടിൽ വ്യാപകമായിട്ട് വിഷം പ്രവർത്തിക്കുക. എല്ലാ സമുദായങ്ങളിലും മോശപ്പെട്ട ആളുകളുണ്ട്. എന്റെ സമുദായത്തിലുമുണ്ട്, അവരുടെ സമുദായത്തിലുമുണ്ട്. അതിന്റെ പേരിൽ എല്ലാവരെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ അന്യോന്യ ശ്രദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യം കൂടെ ഇത്തരത്തിൽ ഒരു സാഹോദര്യബോധത്തോടു കൂടി പ്രകൃതിയെയും കൃഷിയെയും കാണുന്ന കൂട്ടായ്മയും ചിന്തിക്കണമെന്നാണ് എനിക്ക് ജനീയ പുരസ്സരം അഭ്യർത്ഥിക്കാൻ വേണ്ടി. ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. ഇവിടെ നമുക്ക് തെളിയിക്കേണ്ട കാര്യം, ഈ നാട്ടിൽ ഇത്തരം കൃഷി രീതി ചെയ്യുന്ന ആളുകൾക്ക് സധൈര്യം കൃഷിയിലേക്ക് വരാൻ പറ്റുമെന്ന് തെളിയിക്കണം. 2, ഇത്തരം ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ. ആവശ്യക്കാര് വളരെ വില, അവർക്ക് കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനം കുറച്ചെങ്കിലും അല്പമെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാം അധ്വാനത്തിന്റെ മൂല്യം കണക്കാക്കുകയാണ് എങ്കിൽ, ഇതിനുവേണ്ടി ചെലവിടുന്ന സമയം, ഇതിനുവേണ്ടിയുള്ള അവരുടെ മെനക്കേടുകളെല്ലാം കണക്ക് കൂട്ടുവാണെങ്കിൽ അതൊക്കെ വലിയ തുകയായിട്ട് നമുക്ക് കണക്ക് പുസ്തകത്തിൽ എഴുതേണ്ടിവരും. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പ്രകൃതി കൃഷിയാണ് നാളുകളിൽ ഈ നാടിന് ആവശ്യമെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള യാത്രയിൽ നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാകുമെന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു ബലിയായി, ഒരു പൂജയായി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സവിനയം അറിയിച്ചു. അടുത്തത് ഒരു നാടൻ പാട്ടാണ്. സങ്കേതം പ്രതിനിധി കൂട്ടായ്മയിലെ സംഘാടക സമിതിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും
മലിനമായ ജലാശയം അതിമലിനമായ ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണ് ഇവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വന്യപുഴകൾ സർവ്വവും കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂടിയ മന്മരം കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അന്നു നിലച്ചു കേൾപ്പത് മൃത്യുതന്നുടെ നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേക്ക് സുഖങ്ങളെല്ലാം കവരുവോ? ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ? നനവുകിലും മനസ്സുണർന്ന മണ്ണിലിനിയും ജീവിതം. നനവുകിലും മനസ്സുണർന്ന മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ തുയിലുണർത്തുക കൂട്ടരെ. പ്രിയനാമുകൾ രമ്യമന്യം അണുനിരയും യുദ്ധവും. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അത് മധ്യ മനസ്സിൽ അതിരുന്നു തുടങ്ങിടാം. വികസനം അത് മധ്യ മനസ്സിൽ അതിരുന്നു തുടങ്ങിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മേൽപ്പടി സിസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട സിസ്റ്റർ നവീന, വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരുമായിട്ടുള്ള സഹോദരങ്ങളെ, ഈ 3 ദിവസം വലിയൊരു ആഘോഷത്തിന്റെ പ്രതീതിയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഞാനൊരു കർഷകന്റെ മകളാണ്. ഞങ്ങൾ 5 മക്കളാണ്. ചാച്ചന് 94-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പം ചാച്ചന് ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ 5 മക്കളിൽ ആരും കൃഷിയിലേക്ക് വന്നില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ അപ്പൻ്റെ
ആശീർവാദമായിരിക്കും ഈ കാർഷിക മേഖലയിലേക്ക് ഒരു രോഗത്തിലൂടെ കടക്കുവാനായിട്ട് എനിക്ക് ഒരവസരം തമ്പുരാൻ തന്നത്. ഞാൻ ഓർക്കുന്നു 2012 ഡോക്ടർ സുഭാഷ് പാലേക്കറിന്റെ പ്രകൃതി കൃഷിയുടെ ഒരാഴ്ചത്തെ ട്രെയിനിങ് കട്ടപ്പനയിൽ വെച്ച് കൂടി. അതിനുശേഷം ഒരു നാടൻ പശുവിനെയൊക്കെ മേടിച്ച് കൃഷി ആരംഭിച്ചു. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ് എനിക്ക് സിസ്റ്റർ നവീനയ്ക്കുള്ളത്. പ്രകൃതി കൃഷിയും പ്രകൃതി ജീവനവും രംഗത്ത് ഒന്നിച്ചായിരിക്കുവാനും അനുഭവങ്ങൾ പങ്കെടുക്കുവാനും അതിലുപരിയായിട്ട് സിസ്റ്റർ നവീനയുടെ സ്നേഹവും പരിചരണവും ഒരു രോഗി ശുശ്രൂഷയും അനുഭവിക്കാനായിട്ടും എനിക്ക് ഇടയാക്കി. ഒത്തിരി അഭിമാനത്തോടെയാണ് സിസ്റ്റർ നവീനയുടെ മുൻപിൽ സിസ്റ്റർ നവീനയാണ് എല്ലാം കൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കാനായിട്ട് യോഗ്യതയുള്ള ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അധ്യക്ഷയിലേക്കായാലും ഉപരിയായിട്ട് ഒരു കർഷക പുത്രിയായി നിന്നുകൊണ്ട് ഭക്ഷണം മരുന്നും ഭക്ഷണം ഔഷധവുമാണെന്ന് ജനങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഈ ഒരു 3 ദിവസത്തെ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുക എന്നുള്ളത് ഒത്തിരി ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തുമാത്രം സമയവും ചിന്തകളും ആശയങ്ങളും സ്വരൂപിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ഒരു 3 ദിവസത്തെ പരിപാടി ഇത്ര മനോഹരമായിട്ട് വിജയപ്രദമാകുവാനായിട്ടും അതോടൊപ്പം ഈ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുവാനും സിസ്റ്റർ കാണിച്ച ആ വലിയൊരു മനസ്സ് നമുക്കൊക്കെ സിസ്റ്റർ മുമ്പിൽ ശിരസ് നമിക്കാം. അത്രയേറെ ഒരു കാരണം ഞാൻ ഓർക്കാണ് ഈ 3 ദിവസം എത്ര ചിന്തയോടുകൂടിയാണ് ഉച്ച ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിട്ടുണ്ട്. ഇവിടെയുള്ള ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും അത്രയും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം, വിഷരഹിതമായ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു ക്ഷീണവും കൂടാതെ നമുക്കൊക്കെ ഇവിടെ ആയിരുന്നുകൊണ്ട് ഈ ഒരു കാർഷിക മേളയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാൻ സിസ്റ്ററിനെ ഒത്തിരിയേറെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു നേതൃത്വത്തിന്. അപ്പൊ സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ തുടർന്നും ഇപ്പൊ നമ്മളോട് നബാർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസത്തിലെ ഒരു കാർഷിക മേള ഇവിടെ വെച്ച് നടത്തണമെന്നാണ്. മീഡിയ വില്ലേജുകാർ അതിനുള്ള സ്ഥലമൊക്കെ നമുക്ക് തന്നു. അവരെ ഒത്തിരി അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇതിൽ ചെയ്യാനായിട്ട് ഇത്രയും ദിവസങ്ങളെ ഈ ഒരു പരിസ്ഥിതി നടത്തണമെങ്കിൽ നല്ലൊരു ചെലവ് വരും. അതൊന്നും കണക്കാക്കാതെ അവർ നമുക്ക് ഈ സ്ഥലം തന്നു, സാഹചര്യം തന്നു. ഡയറക്ടർ അച്ഛനെയൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയും ഈ ഒരു വിശാല മനസ്സിന് ഒത്തിരിയേറെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തോമസ് പിറ്റർ സാർ ഇവിടെയുണ്ട്, കുര്യൻ സാറുണ്ട്, ചിറ്റർ സാറുണ്ട്, മന്ദ സാറുണ്ട്, സജി മീനടോ ഉണ്ട്, ജോബിയുണ്ട്, തോമസ് വർഗീസ്. അങ്ങനെ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ഒരേ ചിന്തയാണുള്ളത്, ഒരേ ആശയമാണുള്ളത്. ഈ ആശയക്കാരുള്ളവര് എല്ലാവരും ഒന്നിച്ചു വന്നപ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റൊരിടത്തൊന്നും കിട്ടുന്നതല്ല. അപ്പൊ ഈ ഒരുമയോടെ നമ്മൾ പാട്ടുപാടിയ പോലെ തന്നെ ഒരുമയോടെ നമുക്ക് മുന്നേറാം. വരും മാസങ്ങളില് നമ്മളെല്ലാവരും കൃഷി ചെയ്ത് ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഞാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൈകൊണ്ട് കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതല്ല, അയൽവക്കാരുടെ അടുത്തൊന്നും മേടിച്ചതല്ല, നമ്മളെ കൈകൾ കൊണ്ട് ഉത്പാദിപ്പിച്ചു കൊണ്ടുവന്ന വിഷരഹിതമായ വിഭവമാണ് ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയത്. അതുകൊണ്ട് തന്നെ അതിന് വളരെയേറെ സ്വാദുള്ള ഹൃദ്യതയുണ്ട്. അപ്പം ഞാൻ ഓർത്ത് കുറേയേറെ പേരും കൂടെ ഈ ഒരു സംഭവം നിരീക്ഷിക്കുവാനും ഒക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങളിലേക്ക് ഒരു നല്ലൊരു കാര്യം ചെല്ലണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വരും മാസങ്ങളിലെ നമ്മുടെ ഈ പ്രവർത്തനം ചെല്ലുവാനും അവർക്ക് അത് മനസ്സിലാക്കുവാനും ഇതിലേക്ക് വരുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ഒരുമയോടെ മുന്നേറാം. ഇതെല്ലാം നേതൃത്വം കൊടുത്ത സങ്കേതത്തിലെ ഡയറക്ടർ സിസ്റ്റർ നവീനെ ഒരിക്കൽ കൂടി ഞാൻ കൃത്യമായി ആശംസ അറിയിക്കുകയാണ്. അതുപോലെ സിസ്റ്റർ നവീനയോടൊപ്പം പ്രവർത്തിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്കറിയാം സിസ്റ്റർ നവീയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഒരുമയോടെ പ്രവർത്തിച്ചവരാണ്.
അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം. നല്ലവനായ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. ആശംസ അർപ്പിച്ച മേരുപ്രിയ സിസ്റ്ററിന് നന്ദി പറയുന്നു. അടുത്തത് അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി ടിറ്റോ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആലോചനാ യോഗത്തിൽ തന്നെ വന്ന ഒരു ആശയമാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ കൊണ്ടുവരുന്നവർക്ക്, ഏറ്റവും കൂടുതൽ ഇനം വിഭവങ്ങൾ കൊണ്ടുവരുന്നവർക്ക് അതിനെല്ലാം അടിസ്ഥാനത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം നൽകണമെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സിബിഷൻ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ആ രീതിയിൽ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട ഏതാണ്ട് 25 പേരോളമുണ്ട്. 25 പേരും ഈ സമ്മാനത്തിന് അർഹരാണ്. പക്ഷെ അത് കൊടുക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കണക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് 4 പേരെ ഒന്ന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സമ്മാനാർഹരാണ്. എല്ലാവർക്കും സമ്മാനം കിട്ടിയതായിട്ട് കണക്കാക്കുകയും ചെയ്യാം. ഇവിടെ അതില് ഇവിടെ പദാർത്ഥങ്ങൾ, ഇവിടെ വിഷരഹിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിലക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചയാള് ഇവിടെ A.H. ബഷീറാണ്. ബഷീറിനെ നമ്മുടെ ഈ ഷീൽഡിലേക്ക് വാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം സാറിനെ ഷീൽഡ് നൽകാനായിട്ട് അടുത്തതായിട്ട് E.J. ജോസഫ് ഇളപ്പുങ്കൽ, നമ്മുടെ ജോയിച്ചൻ, പ്രിയപ്പെട്ട ജോയിച്ചൻ. അടുത്തതായിട്ട് തോമസ് വർഗീസ് കടുത്താനം. സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ എക്സിബിഷനും സ്റ്റോളുകളെല്ലാം ക്രമീകരിക്കാനായിട്ട് എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഇപ്പോഴാർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കിതൊരു 40 വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചുമോൻ കൊല്ലറ. ഇവിടെ സമ്മേളനത്തിന് എല്ലാവർക്കും സമ്മാനാർഹരായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും അനുമോദനങ്ങൾ. വന്നേക്കാവുന്ന ചില തെറ്റിദ്ധാരണകളുടെ ഒരു ചെറിയൊരു വിശദീകരണം കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ഇവിടെ പറഞ്ഞൊരു ആശയം, കൃഷി ഇപ്പോൾ വളരെ ലാഭമാണ് എന്നുള്ളൊരു ആശയമാണ് പറഞ്ഞത്. കണക്ക് നോക്കുമ്പോൾ ലാഭമാണ്. പക്ഷേ ദേശീയ സാമ്പിൾ സർവേ റിപ്പോർട്ട് ഇവിടെ ഇന്ത്യ ഗവൺമെന്റിൻ്റെതാണ്. ആ റിപ്പോർട്ട് പ്രകാരം ഒരു കർഷക കുടുംബത്തിൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 2115 രൂപ. 2115 രൂപ കൊണ്ട് കൃഷി ലാഭമാണെന്ന് പറയുന്നവർക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാമെന്നുണ്ടെങ്കിൽ
അത് അംഗീകരിക്കാം. വെറും 2015 രൂപ കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചെറിയൊരു കണക്ക് നോക്കിയപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞൊരു ജോലി എന്ന് പറയുന്നത് വീട്ടിലെ ജോലിക്കൊക്കെ സഹായിക്കാൻ ചെല്ലുന്ന ആൾക്കാരാണ്. ഇന്ന് അവരുടെ 20,000 രൂപ കുറഞ്ഞത് ഒരു മാസത്തെ ശമ്പളം കൊടുക്കും. അപ്പോൾ ഈ കണക്ക് വെച്ച് ഞാൻ നോക്കിയപ്പോൾ 20,000 രൂപ ആയി അത് വരണമെന്നുണ്ടെങ്കിൽ 35 ഏക്കർ സ്ഥലമുണ്ടായിരിക്കണം. 35 ഏക്കർ സ്ഥലമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു മാസം 20,000 രൂപ നേടാൻ സാധിക്കുകയുള്ളൂ ഈ വരുമാനം വെച്ചോളൂ. ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊടുക്കുക നമ്മുടെ കൃഷി എത്രമാത്രം ലാഭമാണ് ഇപ്പോൾ. താങ്ക് യു. ഏറ്റവും ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രോഗ്രാമിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഞങ്ങളുടെ പ്രൊവിഷൻ ടീം മാറുന്ന ഒരു സമയമായതുകൊണ്ട് ട്രാൻസിഷൻ്റെ ഒരു തിരക്കിലാക്കായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴും വീട്ടുകളൊക്കെ കൊണ്ടുവന്നതൊക്കെ കൊണ്ടാണ് ഈ സമയത്ത് എത്താൻ പറ്റാത്തത്. പക്ഷെ എനിക്കറിയാം ഇത് സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണെന്ന്. നിങ്ങളെപ്പോലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരാണ് ഈ എക്കോസിസ്റ്റത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടി വില കൊടുക്കുന്ന മനുഷ്യരെന്ന്. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇവിടെ ഒരു പൂമ്പാറ്റയുടെ ചിറകിലെ രീതി ആമസോണിലെ കാലാവസ്ഥയിൽ വ്യതിയാനം വരുത്തുന്നു. അത്രയും ഈ ഇക്കോസിസ്റ്റം ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സംവിധാനമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ശ്രദ്ധയില്ലാത്ത പ്രവൃത്തികളും ഈ പ്രപഞ്ചത്തെയും ഈ മണ്ണിനെയുമാണ് ക്ഷണിക്കുന്നത്. അപ്പം അതിന് ബദലായിട്ട് പ്രകൃതിയോട് ചേർന്ന് മണ്ണിൻ്റെ മണമറിഞ്ഞ് സ്പർശിക്കുന്ന ഭൂമിയോട് പാദസ്പർശം ക്ഷമസ്വമി എന്ന് പറഞ്ഞ് നടന്ന ഒരു സംസ്കൃതിയെ ബാക്കിപ്പെട്ടതാണ് നമ്മൾ. ഇവിടെ വന്നിരിക്കുന്ന സുമനസ്സുകളെ, നിങ്ങൾ വളരെ ഹൃദയത്തിൽ നന്മയുള്ളവരും ഈ സിസ്റ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ജീവൻ്റെ വില കൊടുത്ത് അതിനെ പരിപാലിക്കുന്നവരാണ്. നിങ്ങളുടെ നന്മ ഇപ്പം അത്ര എനിക്കറിയാമല്ലോ. നാച്ചുറൽ ഫാമിങ്ങും ഓർഗാനിക് ഫാമിങ്ങും രാസവള പ്രയോഗവും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് എത്രയാണ് ഈ പ്രകൃതിയെയും അതിൻ്റെ സുസ്ഥിതിയും അഫക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. മറ്റേത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും. രാസ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിയും അങ്ങനെയുള്ള പരിപാലനങ്ങൾ. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് എങ്കിലും ശാശ്വതമായ ഒരു മാറ്റം പ്രകൃതി കൊടുക്കാൻ നിങ്ങളുടെ ഈ ചെറിയ ശ്രമങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, കാരണം മീറ്റിംഗ് ആയിട്ട് ലാസ്റ്റ് മൊമെന്റിലെത്തി നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ കൈകപടി കയറി വന്നത്. നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി. ഈ കഴിഞ്ഞ 3 ദിവസം വളരെ വാല്യബിളായിട്ടൊരു ഷെയറിങ്ങാണ് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് ഇവിടെ വന്നത്. ഓരോരുത്തരുടെയും പേര് വിളിച്ച് നിങ്ങളെ അഭിനന്ദിക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സിസ്റ്റർ നവീനയോടും സങ്കേതവാസവത്തോടും അതുപോലെ മീഡിയ വിറ്റയിലും ആയുഷും എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് ഈ ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുവാൻ, നമ്മുടെ പ്രകൃതിയെ കൂടുതൽ സുസ്ഥിരമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലായിട്ട് എങ്ങനെ ഈ സിസ്റ്റത്തെ നമുക്ക് വീണ്ടും പണിതുയർത്താവുന്ന കൂട്ടായ ധാരാളം ചിന്തകളും ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടു. എല്ലാവർക്കും നന്ദിയുടെ നമോഭാഗം അർപ്പിക്കുന്നു. ഇത് ഇനിയും നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സമാന ചിന്താഗതികളോട് വന്നു നമ്മളോട് നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ശ്രമം ഒരു വലിയ റിസൾട്ടിലേക്ക് എത്തും. ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് ഇൻഡിവിജ്വലിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ നിന്ന് വന്ന മാറ്റങ്ങളാണ്. ഒരു ജയൻ ചേഞ്ചിലേക്കുള്ള ഒരു ചെറിയ ലീപ്പാണ്, അല്ലെങ്കിൽ കുഞ്ഞു ചാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ലാസ്റ്റിങ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളതിന് 2 പക്ഷമില്ല. ഇനി നമ്മൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ വിലയും നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മളിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹോളി ക്രോസ് പ്രൊവിൻസിൻ്റെ പേരിൽ, സങ്കേത മാസത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇതൊരു മീറ്റിംഗ് ഇവിടെ ചിന്തയുടെ ഒരു ആരംഭം മാത്രമെന്നാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനിയും ഈ ചിന്തകളോട് വീണ്ടും ഒരുമിച്ചുകൊള്ളും. വീണ്ടും ഈ സിസ്റ്റത്തെ പടുത്തുയർത്താനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അവസാന ശ്വാസം വരെയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്. വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദിയുടെ നർമ്മകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമ്മാനം നൽകിയവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ.
അടുത്തത് കൃതജ്ഞതയാണ്. കൃതജ്ഞതയ്ക്ക് വേണ്ടി ശ്രീ കൊച്ചുമോൻ കൊല്ലനാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മിസ്റ്റർ നവീന, നമ്മുടെ മണ്ണരുത് 2024 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ് ജോസഫ് സാറ് ഇവിടെ നിന്നിട്ട് വളരെ സന്തോഷം കൊണ്ട് സങ്കടമാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇത് എത്രയും വലിയതാവുന്ന ആദ്യമേ ഒരു ബുദ്ധിമുട്ട് കാണുന്ന എൻ്റെ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവരും കൂടെ കൂടിയപ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ട് ഇതിവിടെ പര്യവസാനിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുകയാണ്. കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ കുറച്ചു പേരെ ഉള്ളെങ്കിലും അത് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന് മണ്ണറിവ് 2024. ഞങ്ങളിത് നടത്തുവാൻ വേണ്ടിയിട്ട് ആലോചനയോടെ നടത്തിയപ്പോൾ തന്നെ കൂടിയപ്പോൾ തന്നെ ഇതിനൊരു പേരിടണമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് നമ്മൾ പ്രകൃതി കൃഷിയാണല്ലോ, അപ്പോൾ അതിനെ ചേർന്നൊരു പേര് വേണമല്ലോ എന്ന് ആലോചിച്ചപ്പം ദൈവനിശ്ചയത്താലായിരിക്കും മണ്ണറിവ് എന്നുള്ള പേര് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്കായി ഞാൻ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഇത്രയും പോപ്പുലറായിട്ടുള്ള വന്നെന്നുള്ളതാണ് സത്യം. അത് എവിടം വരെ ചെന്നെന്നുള്ളത് അറിയത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, മണ്ണിനെ അറിയുന്നവനായിരിക്കണം മനുഷ്യൻ, അല്ലെ? മണ്ണിൽ നിർത്തുവാൻ മനുഷ്യൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മണ്ണിനെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് വരും തലമുറയ്ക്ക് നമ്മൾ പാടിയതുപോലെ നമ്മളൊരു എന്തെങ്കിലും ഒരു മെഴുകുതി നാളമായിരിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പദ്ധതികൾ അല്ലെ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ തന്നെ തലയ്ക്ക് നിൽക്കുന്നത്. ഇതിനോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് നമ്മുടെ നവീന കൃഷ്ണനോടാണ്. കാരണം ജീവിതം തന്നെ ഇന്ന് 2-3 ദിവസമായിട്ട് ഇപ്പൊ ചാണകമൊന്നും നടക്കുകയില്ല കേട്ടോ. അല്ലെ ചാണകം വെച്ചു പശുവിന്റെ ചാണകത്തിനല്ല, മൂത്രത്തിന് ഭയങ്കര മരം. ഞാൻ മാണം പശുവിനെ വളർത്തുന്നുണ്ട്. മൂത്രം ചില സമയത്തൊക്കെ സെക്കൻഡ് സാറ്റിലൊക്കെ ഞങ്ങൾ സെമിനാറിനൊക്കെ ഇതിന് ചെല്ലുമ്പോൾ തന്നെ പശുവിനെ കുളിപ്പിച്ചൊക്കെ വരുമ്പോൾ തന്നെ അടുപ്പോട്ട് എടുക്കാൻ നോക്കിയത്. നമ്മൾക്കും എനിക്കൊന്നും വേണം എങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ജീവിതം തന്നെ ഇങ്ങനെയുള്ള പ്രകൃതി കൃഷിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒഴിഞ്ഞു വെച്ച നവീന കൃഷ്ണന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോസഫ് സാറാണ്. ജോസഫ് സാറിനെ എനിക്ക് ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തൊട്ട് അറിയാം. കാരണം അന്നേ എനിക്ക് ക്ലിക്ക് ചെയ്തതാണ് ആ വ്യക്തിത്വത്തെ. വേറൊന്നുമല്ല, പ്രകൃതി സ്നേഹി, ഒരു പരിസ്ഥിതി സ്നേഹിയാണ്. ഇന്നും ചെന്നാൽ ആ ബ്ലോക്കിന്റെ ആ കോമ്പൗണ്ടിനകത്ത് ഇന്നും ആ മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട്, അന്ന് വലിയ സാർ ഏറ്റവും മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിന്റെ തണലിലൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഒന്നും ഒരിടത്തും ഇപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്ന് സാറൊക്കെ അത് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അത് ചെയ്തു. ഇന്നും അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അവിടെ വെച്ച് തുടങ്ങിയ ഒരു സൗഹൃദം അത് ഞങ്ങളിങ്ങനെ ചീരഞ്ചിറ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയ സമയത്ത് ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ തന്നെ കൃഷി ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിന്റെ ബേസില് ചേർത്തല വഴി നമ്മുടെ ഇപ്പോഴത്തെ ജൈവ കർഷക സമിതിയുടെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ദയാൽ സാറിന്റെ അടുത്ത് വരെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പം നമ്മള് ഈ പ്രകൃതി സ്നേഹിയെ അല്ലെ പരിസ്ഥിതി സ്നേഹിയെ അല്ലെ പ്രകൃതി കൃഷിയുടെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കിട്ടിയത് നിങ്ങളുടെ പേരിൽ ഉള്ള നന്ദി. അടുത്തത് ഇനി നന്ദി പറയേണ്ടത് പോയോ? അപ്പോൾ അടുത്തത് നന്ദി പറയേണ്ടത് സാറുണ്ട്, കുര്യൻ സാറിനാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് കുര്യൻ സാറുണ്ട്. കുര്യൻ സാറ് ഇതിനു വേണ്ടിയിട്ട് തന്നെ അറിയാമല്ലോ, പ്രകൃതി ജീവനും പ്രകൃതി കൃഷിയുമായിട്ട് ജീവൻ തന്നെ വെളിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ്. ഉച്ചയ്ക്ക് കഞ്ഞി ചോറിനാതെ വേണ്ട 2-3 പഴം കഴിച്ച് അത്രയൊക്കെ ഉള്ള കാര്യമില്ല. പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെയുള്ള കാര്യം. അപ്പം ഇവിടെ നിന്ന് മാറിപ്പോയെങ്കിലും കുര്യൻ സാറിനുള്ള നന്ദി പറഞ്ഞുകൊള്ളു. അടുത്തതായിട്ട് ഇത് നമുക്ക് ആശംസ നൽകുന്ന മേരിക്കുട്ടി മറന്നുപോകുന്നതല്ല, പെട്ടെന്ന് പറയാനായിട്ട് വരുമ്പോഴത്തേ. കാരണം മേരിക്കുട്ടിയുടെ ജീവൻ തന്നെ അറിയാമല്ലോ, പ്രകൃതി ജീവനത്തിൽ കൂടെ ജീവിതം തിരിച്ചു കിട്ടിയ എപ്പോഴും പറയും ഒരു കൂഴത്തേക്കൊക്കെ ഒരു ദിവസം ഇല്ലേ, ഒരു ദിവസം കൊണ്ട് കേട്ടോ, ഒരു നേരമല്ല, ഒരു കൂഴത്തേക്കൊക്കെ ഒരു ദിവസം കഴിച്ച് ക്യാൻസറിന്റെ ആ മഹാമാരിയിൽ നിന്നും ഇവിടെ വരെ എത്തിയ ഒരു വ്യക്തിത്വം. അപ്പൊ ഇതൊക്കെ നമുക്ക് ബുക്കിൽ നിന്ന് പഠിക്കുന്നതല്ല, സ്വന്തം അനുഭവത്തിൽ കൂടെ നമ്മളെ നേർസാക്ഷ്യമായിട്ട് നമുക്ക് ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും വരും തലമുറയ്ക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. വലുത മക്കളോ അല്ലെങ്കിൽ വലിയ ആശുപത്രികളൊന്നും അല്ല, ആഹാരം ശരിയാക്കിയാൽ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ബോധമുണ്ട്. അപ്പം ആശംസ അർപ്പിക്കാൻ വെരി ഗുഡ് ഞാൻ ഇനി പറയുന്നു.
അടുത്തത് എല്ലാവരും ചിത്രസാറിവിടെ ഇരിപ്പുണ്ട്. നമുക്കറിയാം കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളും പലവരങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. നെല്ല് ഉത്പാദിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഉത്പാദിപ്പിച്ച് നമുക്ക് വിപണനം ചെയ്ത് നമ്മൾ ചോറുണ്ടതൊക്കെ ധൈര്യപൂർവ്വം നമുക്ക് പറയാം 100% പ്രകൃതി കൃഷിയിലൂടെ ഉത്പാദിപ്പിച്ച് ആ തവിട് നമ്മളറിയാം തവിട് കളഞ്ഞ് ചോറാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്നത്. നമുക്ക് തവിടുള്ള അരി കഞ്ഞി വെച്ച് ചോറ് വെച്ച് ഇന്ന് കഴിക്കാനായിട്ട് നൽകി ആ വിധേന അവിടെ നിന്ന് ഇവിടം വരെ ആക്കിയ ആ എല്ലാ സാറിന് നിങ്ങളുടെ എല്ലാം നന്ദി പറയുന്നു. അതുപോലെയാണ് നമ്മുടെ അടുത്ത ജോമാ സാറും നമുക്കറിയാം പ്രകൃതി കൃഷിയോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കേതത്തോടും നാബാർഡിനോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ വരെ ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം രാവും പകലും രാത്രി 11 മണിക്ക് മെസ്സേജ് ഇട്ടാലും പുള്ളി അത് നോക്കിക്കൊണ്ട് ഉടനെ മറുപടി അയക്കുമായിരുന്നു. അതുപോലെ പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജോമാ സാറിന്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അല്ലെ പ്രകൃതി കൃഷിയുടെ പേരിൽ നന്ദി അറിയിച്ചോളൂ. ആശംസ പറയുമല്ലോ അല്ലേ? അപ്പൊ ആശംസ കഴിഞ്ഞിട്ട് അപ്പം ആദ്യമേ തന്നെ ശാലിനി കൃഷ്ണന് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇനി ആശംസ പറഞ്ഞു കഴിയുമ്പോൾ അതിനോട് നന്ദിയും കൂടെ നന്ദി പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ നബാർഡിനോടും നമ്മുടെ മീഡിയ അസിസ്റ്റന്റിനോടും പിന്നെ ഇതിനു വേണ്ടിയിട്ട് വേദി ഒരുക്കി തന്ന ഒരു മീഡിയ നമുക്കറിയാം. നമ്മൾ വാടക കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എത്രയായിരം രൂപ കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന് ഫ്രീ ആയിട്ട് നമ്മുടെ ജോബി പുതുപ്പറമ്പിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മീഡിയ വില്ലേജിലെ ഡയറക്ടർ ബോർഡ് പറഞ്ഞ അതിന് സമ്മതം മൂലം അതിന് നമുക്ക് ഇവിടെ സ്ഥലം ഒരുക്കി തരികയും ചെയ്ത മീഡിയ വില്ലേജിൽ അച്ഛനോടും മറ്റുള്ള സ്റ്റാഫിനോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് നബാർഡിന്റെ സാറ് വലിയ സാറ് വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കാത്തിലുണ്ടായിരുന്നു, എത്തിയില്ല. ആ നബാർഡിനുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ആയുഷ്യയുണ്ട്, ആയുഷ്യയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരവരുടെ പ്രൊഡക്റ്റുകളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആയുഷ്യയുടെ സഹകരണം നല്ലതായിട്ടുണ്ടായിരുന്നു. ആ സഹകരണത്തിനെല്ലാം നന്ദി അവർക്ക് നൽകുന്നു. അടുത്തതായിട്ട് ഇനി നന്ദി പറയേണ്ടത് ഇവിടെ സ്വാഗതം ആശംസിച്ചവരും അനൗൺസ് നല്ല ഭംഗിയായിട്ട് എത്തി അനൗൺസ് ചെയ്ത അനൗൺസറൊക്കെ പോയത് അനൗൺസർ അവിടെയാണ് കാത്തിരിക്കാൻ അനൗൺസ് ചെയ്തവർക്കും പിന്നെ ഇതിനു വേണ്ടിയിട്ട് എത്തിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ ഇവിടെ ജോയിച്ചാരുണ്ട് രജിസ്റ്ററുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാലേ ഞാൻ ഉറക്കെ വിളിച്ചു പറയും. കാരണം അതുപോലെയാണ് എല്ലാവരുടെയും ഒറ്റ കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും. അപ്പം വരും കാലങ്ങളിൽ ഇത് ഏറ്റവും ഭംഗിയായിട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ നവീന സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടും ഒന്നും കൂടി കടന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ CMC കോൺഗ്രിഗേഷൻ സിസ്റ്ററിന് കൊടുക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കുണ്ട്. ആ ബ്ലാങ്ക് ചെക്കുകൊണ്ടാണ് സിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം അതുപോലെ അംഗീകരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ മീഡിയ വില്ലേജ് എൻ്റെ ഡയറക്ടറേറ്റ് ആയുഷ്യ നബാർഡ് വാഴപ്പള്ളി കൃഷിഭവൻ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘക്ഷേത്ര എല്ലാ പ്രസ്ഥാനങ്ങളും നമ്മളോടൊപ്പം സന്നിഹിക്കുന്നു. ഇവിടെ വന്ന പല അഭിപ്രായങ്ങൾ അതുതന്നെ നമ്മുടെ മാതൃസാറിന്റെ നേതൃത്വത്തിലുള്ള മാക്കോ ആലപ്പള്ളി ഫാമിലി അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി ഇങ്ങനൊരു കമ്പനി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൂടെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ്. വലിയ പ്രസ്ഥാനമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ദിവസവും മാതൃസാറ് ഓരോ പ്രദേശങ്ങളിൽ പോയി കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ കൂട്ടായ്മയിലെ വേണ്ടി അവിടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്
മാർക്കറ്റിംഗാണ്. നമ്മുടെ പ്രകൃതി കൃഷിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് മന്ത്രസാറിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ചിന്തയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിവിടെ വന്ന നമ്മുടെ അച്ഛനോട് ഡയറക്ടർ ഇതിനെക്കുറിച്ച് ചോദിച്ച അവസരത്തിൽ തന്നെ ഒരു മടിയും കൂടാതെ എല്ലാം വിട്ടുതന്നു. കറണ്ടും വെള്ളവും ആവശ്യമുള്ള എല്ലാം എടുത്തോളാൻ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ, ഒരു വെല്ലുവിളിയും കൂടെ തന്നു. എല്ലാ മാസവും ഒരു ദിവസം ഇവിടെ ഒരു ചന്ത നടത്തണം. നമ്മുടെ വിഷരഹിതമായ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് അന്ന് നടത്തണം. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റി അടുത്ത ബുധനാഴ്ച 2:30 മണിക്ക് സങ്കേതത്തിൽ സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാം ചിന്തിക്കാനായിട്ടും അതിനെ വിലയിരുത്താനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ തുടർ പരിപാടികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മേളിക്കുന്നത്. ലക്ഷ്മിക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാം. നമ്മുടെ ഈ പ്രോഗ്രാം അനുസരിച്ച് എല്ലാവർക്കും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം. ഞാനിപ്പോൾ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. താങ്ക് യു.